Hi dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിന്റെ ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ് എക്സർസൈസ് ക്വസ്റ്റ്യൻ 1.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ: ചെക്ക് വെദർ 6 raised to n can end with the digit 0 for any natural number n. അല്ലേ? അപ്പം എന്താണ് പറഞ്ഞേക്കുന്നത്? 6 raised to n അല്ലേ? 6 raised to n where n is a natural number. സിക്സ് റേസ് ടു എൻ എടുക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അല്ലേ? 6 എന്നിന് ഏതെങ്കിലും നമ്പർ കൊടുത്ത് 6ന്റെ പവർ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പം നമുക്കൊരു ആൻസർ കിട്ടും. ഈ ആൻസറിൻ്റെ എൻഡ് ഡിജിറ്റ് 0 ആയിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എൻഡ് ഡിജിറ്റ് 0 ആയിരിക്കുമോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്നിന് ഓരോ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പം എക്സാമ്പിൾ n ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് വരും? 6 റേസ് ടു 1. 6 റേസ് ടു 1 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ് അല്ലേ? എന്നിന് 2 എന്ന് കൊടുക്കുന്നു, അപ്പം എന്ത് വരും? 6 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 6 ദാറ്റ് ഈസ് 36. എന്നിന് 3 കൊടുത്തു നോക്കിയേ, കൊടുക്കുമ്പോൾ എന്ത് വരും? 6 റേസ് ടു 3. 6 ഇൻറ്റു 6 ഇൻറ്റു 6 ദാറ്റ് ഈസ് 36 ഇൻറ്റു 6 18 പ്ലസ് 3 21. അപ്പോൾ 216 അല്ലേ? അപ്പം നമുക്ക് 6ന്റെ പവറിൽ നാച്ചുറൽ നമ്പേഴ്സ്, എന്നിന് നാച്ചുറൽ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ എൻഡ് ഡിജിറ്റ് 0 ആണോ കിട്ടിയത്? അല്ല അല്ലേ? എൻഡ് ഡിജിറ്റ് എല്ലാം നമുക്ക് 6 ആണ് വന്നത്. അപ്പം 0 കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്? 6 റേസ് ടു n cannot end with the digit 0 for any natural number n. അങ്ങനെയാണെങ്കിൽ 0 കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ നമ്പർ? നമുക്കൊന്ന് നോക്കാം അല്ലേ? ഒരു നമ്പർ ഞാൻ പറയുന്നു, 10. 10 എന്ത് എഴുതാം നമുക്ക്? ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുമ്പം 2 5 അല്ലേ? ഫാക്ടേഴ്സ് എന്ത് വരും? 2 ഇൻറ്റു 5. ഒരു നമ്പർ 20. 20യുടെ എങ്ങനെ വരും? 2 ഇൻറ്റു 2 ഇൻറ്റു 5. 100 ആണെങ്കിൽ എങ്ങനെ വരും? 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 അല്ലേ? അപ്പം എൻഡ് ഡിജിറ്റ് 0 വരണമെങ്കിൽ അതിനകത്തെ ഫാക്ടേഴ്സ് ആരൊക്കെയായിരിക്കണം? 2ഉം 5ഉം ആയിരിക്കണം അല്ലേ? 2ഉം 5ഉം ആയിരിക്കണം. അപ്പം നമുക്ക് 6നെ ഒന്ന് നോക്കിയാലോ? 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 2ഉം 3ഉം ആണ് അല്ലേ? അപ്പോൾ 5 ഇതിലില്ല അല്ലേ? 5 ഇതിലില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റത്തില്ല? എൻഡ് ഡിജിറ്റ് 0 വരത്തില്ല. അപ്പം മനസ്സിലായോ എങ്ങനെയാണെന്ന്? എൻഡ് ഡിജിറ്റ് 0 വരണം. 6 എടുക്കുമ്പോൾ നമുക്ക് 6ന്റെ പവറിൽ നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ എൻഡ് ഡിജിറ്റ് 0 വരില്ല. അപ്പം നമുക്ക് എന്ത് പറ്റില്ല? പിന്നെ 0 വരുന്ന എൻഡ് ഡിജിറ്റ് കിട്ടില്ല. അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2ഉം 3ഉം ആണ് വന്നത്. 5 അതിലില്ല. അപ്പം നമുക്ക് എൻഡ് ഡിജിറ്റ് 0 വരുമോ? ഇല്ല. 5 വന്നാൽ മാത്രമേ എൻഡ് ഡിജിറ്റ് 0 വരത്തുള്ളൂ. അപ്പം നമുക്കിതൊന്ന് എഴുതി നോക്കാം. എങ്ങനെ എഴുതേണ്ടത്? എ നമ്പർ ends with the digit 0. It must contain 2 and 5 as its prime factors. Example: 10 is equal to 2 into 5, 20, 2 into 2 into 5, 100, 2 into 2 into 5 into 5 അല്ലേ? Here 6 raised to n is equal to 2 into 3 the whole raised to n, that is equal to 2 raised to n into 3 raised to n. The prime factors of
6 raised to n are only 2 and 3. 5 is not in the prime factor of 6 raised to n. So, by the uniqueness of fundamental theorem of arithmetic, there are no other prime numbers in the factorization of 6 raised to n. So, 6 raised to n cannot end with the digit 0 for any natural number n. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തതെന്ന്. 6 റൈസ് ടു എന്നിന് നാച്ചുറൽ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ എൻഡ് ഡിജിറ്റ് 0 വരണം. നമ്മൾ ചെയ്തു നോക്കി. അപ്പം എൻഡ് ഡിജിറ്റ് നമുക്കൊന്നും 0 വന്നില്ല. അപ്പം എൻഡ് ഡിജിറ്റ് 0 വരുന്ന ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പം എന്താ 2ഉം 5ഉം അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ എൻഡ് ഡിജിറ്റ് 0 വരൂ. 6ൽ നമുക്ക് എന്താ ഫാക്ടേഴ്സ് 2ഉം 3ഉം ആ വരുന്നത്. 5 അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് എൻഡ് ഡിജിറ്റ് 0 വരത്തില്ല അല്ലേ. നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ എന്താ പറയുന്നത്? പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. അത് ഏത് ഓർഡറിലാണെങ്കിലും യുണീക്ക് ആയിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് 6 റൈസ് ടു n cannot end with the digit 0 for any natural number n. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ നമുക്ക് എക്സാമ്പിൾ 1 കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ. ചെക്ക് വെദർ 4 റൈസ് ടു n ക്യാൻ എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n അല്ലേ. അപ്പോൾ 4 റൈസ് ടു n ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുന്നതിൻ്റെ എൻഡ് ഡിജിറ്റ് 0 കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഫസ്റ്റ് നമുക്ക് നോക്കാം. എന്നിന് 1 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പം എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പം 4 റൈസ് ടു 1 എന്ത് കിട്ടും? 4. എന്നിന് 2 ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 4 റൈസ് ടു 2. 4 ഇൻറ്റു 4 എന്ത് കിട്ടും? 16. എന്നിന് 3 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ 4 ക്യൂബ് ദാറ്റ് ഈസ് 4 ഇൻറ്റു 4 ഇൻറ്റു 4. 4 ഇൻറ്റു 4 16. 16 ഇൻറ്റു 4 64. എന്നിന് 3 ഇട്ട് കൊടുത്ത് 4 ഇട്ട് കൊടുത്ത് നോക്കാം. 4 റൈസ് ടു 4. 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് 64 ഇൻറ്റു 4 256 അല്ലേ. അപ്പോൾ എൻഡ് ഡിജിറ്റ് 0 വരുന്നുണ്ടോ? ഇല്ല. 4ഉം 6ഉം 4ഉം 6ഉം മാറി മാറി വരുന്നോണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 4ന്റെ ഫാക്ടേഴ്സ് 2 ഇൻറ്റു 2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് പ്രൈം നമ്പറായ 5 വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പം എന്താണ് ഇത്? പിന്നെ 4 റൈസ് ടു n cannot end with the digit 0 for any natural number n അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A number end with the digit 0, it must contain 2 and 5 as its prime factors.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0 എൻഡ് ഡിജിറ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? 2ഉം 5ഉം. അപ്പം നമ്പർ 10 എടുത്താൽ 2 ഇൻറ്റു 5 വരും. 20 എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 5. പിന്നെന്ത് വരും? 100 എടുത്താൽ എന്ത് വരും? 2 ഇൻറ്റു 5 ഇൻറ്റു 5 അല്ലേ? നമുക്ക് എന്തെഴുതാം? ഹിയർ 4 raised to n equal to 2 ഇൻറ്റു 2 the whole raised to n അല്ലേ? അപ്പം the prime factors of 4 raised to n are only 2. 5 is not the prime factor of 4 raised to n. So, by the uniqueness of fundamental theorem of arithmetic, there are no other prime number in the factorization of 4 raised to n. So, 4 raised to n cannot end with the digit 0 for any natural number n. ഓക്കെ, മനസ്സിലായില്ലേ? ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. 4 raised to n എടുക്കുമ്പോൾ ആൻസർ ഡിജിറ്റ് എൻഡ് ഡിജിറ്റ് 0 വരണം അല്ലേ? അപ്പം നമ്മൾ എന്നിന് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 2 3 ഒക്കെ ഇട്ട് കൊടുത്തപ്പം നമുക്ക് എൻഡ് ഡിജിറ്റ് ആൻസറിൽ എൻഡ് ഡിജിറ്റ് 0 വന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് എൻഡ് ഡിജിറ്റ് 0 വരുന്ന നമ്പേഴ്സ് ഏതാണെന്ന് നമ്മൾ നോക്കി അല്ലേ? അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് പ്രൈം ഫാക്ടേഴ്സ് 2ഉം 5ഉം വന്നാൽ മാത്രമേ എൻഡ് ഡിജിറ്റ് 0 വരികയുള്ളൂ. 4ൻ്റെ പിന്നെ ഫാക്ടേഴ്സ് 2 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ എന്താ? 5 ഇതിനകത്തില്ല. 5 ഇല്ലാത്തത് കൊണ്ട് എൻഡ് ഡിജിറ്റ് 0 വരത്തില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.